بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബിന്റെ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമ്മളെല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീ എത്തിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ നമ്മൾ സമാഗതമായി നിലകൊള്ളുമ്പോൾ നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ മുൻകാലങ്ങളിൽ റജബിന് മുമ്പ് ഇപ്പം ജമാദുൽ ലുഹറ, ജമാദുൽ ലൂല, അതുപോലെ റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, നമ്മൾ മുഹറം മുതൽ ഇങ്ങോട്ട് തുടങ്ങി നമ്മുടെ മുമ്പുള്ള ആയുസ്, കഴിഞ്ഞ റമളാന് ശേഷം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള നമ്മുടെ ലൈഫ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എന്തെങ്കിലും നന്മകൾ അവശേഷിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, തിന്മകൾ മാത്രം, തിന്മകളും അഴുക്കുകളും വൃത്തികേടുകളും ഹറാമുകളിലും മാത്രം നിബിഡമായ നമ്മുടെ ഏടുകളും നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിന്റെ കനങ്ങൾ അള്ളാഹു തൂക്കി നോക്കുമ്പോൾ താഴ്ത്തട്ടിൽ പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ഈ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പദ്യത്തിലൂടെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാണ് ഞാൻ നിങ്ങളിലേക്കൊന്ന് പങ്കുവെക്കാണ്. അള്ളാഹു അത് കേൾക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. നിന്റെ ഏടുകളെ നീ ഒന്ന് വെളുപ്പിക്ക്. കറുകറുത്തിരിക്കുന്ന ഏടുകൾ അല്ലേ? ഹറാമുകൾ കണ്ട്, ഹറാമുകൾ സംസാരിച്ച്, ഹറാമുകൾ ചിന്തിച്ച്, ഹറാമുകളിലോട്ട് മാത്രം നടന്ന്, ഹറാമിന്റെ വഴിയോരങ്ങൾ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെ ഏടുകൾ മൊത്തം കറുപ്പാണ്. നമ്മുടെ ഏടുകളിൽ മുഴുവനും വൃത്തിഹീനമാണ്. അതുകൊണ്ട് മഹാന്മാര് പറയുന്ന ഒരു അവസരം ഇതാ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ മാസമായ ഈ റജബിൽ നിന്റെ ഏടുകൾ നീ ഒന്ന് വെളുപ്പിക്ക്, തൗബ ചെയ്യ്, നന്മ ചെയ്യ്, ദുആ ചെയ്യ് അല്ലേ? സൗദാ ഫീ റജബിൻ, ഈ റജബിന്റെ മാസത്തിൽ എങ്ങനെയാണ് നീ അതിനെ വെളുപ്പിക്കേണ്ടത്? നീ നന്മകൾ ചെയ്യ്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രദ്ധേയമായി പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം. അതുകൊണ്ട് നീ ധാരാളം നന്മകൾ ചെയ്യേ. ഒരുപാട് ഖുർആൻ ഓതി പരിശീലിക്കുക. റമളാൻ കടന്നു വരെയല്ലേ? റമളാൻ ആകുമ്പോൾ പെട്ടെന്ന് ഖുർആൻ എടുക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ഓതാൻ നിനക്കും എനിക്കും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നല്ലവണ്ണം ഖുർആൻ ഓത്, നല്ലവണ്ണം ദിക്റുകൾ ചെയ്യ്, ഹറാമായ കാഴ്ചകളെയൊക്കെ ഒഴിവാക്ക്, ഹറാമായ കേൾവികളെ ഒഴിവാക്ക്. പരിശുദ്ധമായ ഖുർആനും നിസ്കാരപ്പായിലൊട്ട് നീ കയറ്, നന്മകൾ ചെയ്യ്, ധാരാളം സ്വതക്ക ചെയ്യ്. മഹാന്മാർ മരണം വരെ ആഗ്രഹിക്കുമായിരുന്നു ഈ മാസത്തിൽ എന്നാണ്. കത്തിയാളുന്ന നരകത്തിൽ നിന്നും, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ അത് ചെയ്യ് എന്നാണ് മഹാന്മാര് പറയുന്നത്. ഷഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി. അതാ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും എന്നല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. 12 മാസങ്ങൾ എണ്ണിയപ്പോൾ 4 മാസം പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ. യുദ്ധം പാടില്ല, തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, 3 തുടരെ വന്ന മാസങ്ങൾ. പിന്നെ റജബിന്റെ ഈ പുണ്യമായ മാസം. റമളാനെ അല്ലാഹ് എണ്ണിയില്ല, റബീഉൽ അവ്വൽ അല്ലാഹ് എണ്ണിയില്ല. 4 പവിത്രമാക്കപ്പെട്ട മാസത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും യാത്ര നടത്തി അള്ളാഹുവിനെ കണ്ട പുണ്യമാക്കപ്പെട്ട മാസം അള്ളാഹു ബഹുമാനിച്ചു, അള്ളാഹു ആദരിച്ചു. അള്ളാഹു ആദരിച്ചവയെ ഞാനും നിങ്ങളും ആദരിക്കണ്ടേ? ഏതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്നറിയാവോ? ഒരാളും ഹായിബായി പോവില്ല. ഈ റജബിന്റെ മാസത്തിൽ ദുആ ചെയ്താൽ ഒരാളുടെ ദുആയും അള്ളാഹു തള്ളിക്കളയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. റജബിനെ മൈൻഡ് ചെയ്യാറില്ല. റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ശഅബാൻ അശ്രദ്ധയുടെ മാസമാണെന്ന് പോലും മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല.
തിങ്കളാഴ്ചയുടെ നോമ്പ്, വ്യാഴാഴ്ചയുടെ നോമ്പ്, 5 വക്ത് നിസ്കാരങ്ങൾ, നമ്മുടെ ഫർളും സുന്നത്തുമായ കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, നന്മകൾ ചെയ്യുന്നവ, അതിന് ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെല്ലാം നശിപ്പിച്ച് കളയാണ്. എന്നിട്ട് അവസാനം മരിക്കാൻ കിടക്കുന്ന നേരത്ത് നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അവസരങ്ങൾ അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. നമുക്ക് എല്ലായ്പ്പോഴും ഈ അവസരം കിട്ടിക്കൊള്ളണമെന്നുമില്ല. അടുത്ത റജബിന്റെ രാവിലും അടുത്ത റജബിന്റെ പുണ്യമായ മാസത്തിലും ഞാനും നിങ്ങളും ഉണ്ട് എന്ന് ഈ ദുനിയാവ് ജീവിച്ചിരിക്കുമോ എന്ന് വല്ല ഉറപ്പ് നമുക്ക് പറയാനുണ്ടോ? അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതുകൊണ്ട് ഈ തരുന്ന അവസരം ഇതൊരു അവസരമായിട്ട് കാണണം. എന്നെയും നിങ്ങളെയും പോലെ ആരോഗ്യമുള്ള, ആരോഗ്യ ദൃഢഗാത്തരായ, സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച, ഒരു കാലത്തും മരിക്കില്ലെന്ന് വിചാരിച്ച് ആരോഗ്യവാന്മാർ നടന്ന യുവാക്കളടക്കം എത്ര പേരാണെന്ന് ഖബറിന്റെ ഉള്ളിൽ. അള്ളാഹു നമുക്ക് ബാക്കി വെച്ച് നമുക്ക് അവസരം തരാണ്. നമുക്ക് ആ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യും, ഉപയോഗപ്പെടുത്തി ചിന്തിക്കീൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. തുബാ ലിഅബ്ദിൻ സകാ ഫീഹി ലഹു അമലു ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വറൈബി. ഹന്മാർ പാടുകയാണ്, തുബാ ലിഅബ്ദിൻ സകാ. നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വാഗതം, ഒന്ന് കടന്നു വരൂ. നിങ്ങൾ ഫീഹി ലഹു അമലുൻ, സർവ സൽക്കർമ്മങ്ങളുടെ, സുഹൃതങ്ങളുടെ, നന്മകളുടെ എല്ലാ വിളകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട്, അത് വിതയ്ക്കുവാൻ വേണ്ടി, അത് കൊയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടന്നു വരൂ. അള്ളാഹു വിളിക്കാണ്, ക്ഷണിക്കുകയാണ്. എന്നിട്ടോ ഫഹ്ശാഇ, മൊത്തം തിന്മകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന്. ഇമാം റാസി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നന്മകൾക്ക് അധികം പ്രതിഫലം അള്ളാഹു തരുന്നത് പോലെ തന്നെ തിന്മകൾ ചെയ്ത ഇരട്ടി ശിക്ഷയും കിട്ടും. അതുകൊണ്ട് നന്മകൾ ഒരുപാട് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഹറാമുകൾ ഒഴിവാക്കാൻ പറ്റും. ഹറാമായ കാഴ്ചകളിൽ നിന്നും, കേൾവികളിൽ നിന്നും, ഗീബത്ത് പറയുന്നതിനും, നമീമത്ത് പറയുന്നതിനും, തെറിയും അസഭ്യവും പറയുന്നതിനും, പലിശ വാങ്ങുന്നതിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, സർവ്വ തിന്മകളിൽ നിന്നും അങ്ങോട്ട് മാറി നിൽക്കണം. അല്ലാതെ ഒരു റമളാൻ വരുമ്പോൾ പെട്ടെന്ന് നോമ്പ് പിടിച്ചത് കൊണ്ടും ഖുർആൻ ഓതിയത് കൊണ്ടും നന്മ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ എല്ലാ സൗഭാഗ്യങ്ങളും, നന്മകൾ ഒരാൾക്ക് കടന്നു വരുമ്പോൾ അത് ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ, അവനാണ് സൗഭാഗ്യവാൻ. ആരാണ് ഭാഗ്യമുള്ളവൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഒരു നന്മയുടെ അവസരം വരുമ്പോൾ അത് മുതലാക്കുന്നവനാണെന്നാണ്. വെള്ളിയാഴ്ച പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടുന്ന അവസരം മുതലാക്ക്. ഒരുപക്ഷെ മഴ എപ്പോഴും നന്മയുടെ മേൽ പെയ്തുകൊള്ളണമെന്നില്ല. കാറ്റായും ഇടുത്തിയായും കടന്നു വന്നാൽ നമ്മൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തി നന്മകൾ ചെയ്ത് റബ്ബിന് പൊരുത്തപ്പെട്ട അടിമയാവാൻ നാഥനായ അള്ളാഹ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ദുആയിൽ ഈ സാധുവിനെയും നമ്മുടെ ഇതിൻ്റെയൊക്കെ സഹായികളായി നിൽക്കുന്ന എല്ലാവരെയും, മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.